സ്ലോ ആയിട്ടൊരു അയ്യോ പെട്ടു ബാങ്കിലോട്ടോടാ. ഇതൊരു രസമുണ്ട് കാരണം കായ അറിയുന്നില്ല സുരാജ് ചേട്ടാ കോസ്റ്റ്യൂം പൊളിച്ചിട്ടുണ്ട്. ആശിഫ് നമസ്തേ.
ടോയ് ഞങ്ങൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ എക്സ്ട്രാ ഡീസലിലെത്തി നിൽക്കുകയാണ്. അബൌട്ട് ദാറ്റ്. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെ. ഹോസ്പിറ്റലിൽ എല്ലാവരെയും ഞാൻ കേൾപ്പിക്കാം. സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത്. അപ്പോൾ ഇരിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ലേശ അഹങ്കാരത്തോടു കൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഇതിനും പറ്റുന്നു. ഇപ്പോൾ കുഞ്ചാക്കോ ബോബനുമായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു. കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജുമായിട്ട് ഇത് ലാസ്റ്റ് സിനിമ ED എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ്. എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം മാജിക് ഫിലിംസിൻ്റെ ബാനറിലും വിലാസിനി സിനിമാസിൻ്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. ED എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കഥയെല്ലാം കേൾക്കുന്നത്. അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിൻ്റെ ശരിക്കും വർക്കൗട്ടായില്ല. കുറച്ച് പ്രതീക്ഷ അത്രയും വർക്കൗട്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ടാണ് നമുക്ക് പ്രതീക്ഷിച്ച് അമീർ ഒരു ന്യൂമറോളജി പ്രകാരമൊക്കെ ഒരു എയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഓടും എന്നുള്ളതാണ് ഇത് ഒരേയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡബിൾ എയിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പം ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ഈ സിനിമ സുരാജേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. സുരാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറിയിട്ടുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുധീരനായിക്കോട്ടെ, സുധീരൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരമായിട്ട്. സുധീരൊക്കെ ചുമ്മാ തമാശ പറഞ്ഞിട്ടോ, അടുത്ത പ്രാവശ്യം ചുമ്മാ ശമ്പളം കൂട്ടി പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ നമ്മൾ അറിയാലോ, എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കറിയില്ല. അത് ഒരു നിർമ്മാതാവിന് അനുഭവവും കൂടെ വേണം. എന്നാലേ ഉള്ളൂ ആ സിനിമയുടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ പൈസ കിട്ടി എന്നുള്ള ധാരണയാണ് സുരാജിൻ്റെ പ്രൊഡ്യൂസർ ബൈ സുരാജിനോട് കൂടി. ശമ്പളം മാത്രം പോരാ, പുള്ളിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയേക്കാണ്. മുഴുവൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. എനിവേ വളരെയധികം സന്തോഷം. ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിവേ വൺസ് അഗെയിൻ താങ്ക്സ് ടു ഓൾ. ആ ഒരു പേര് നമുക്ക് കാണാം. അമ്മയുടെ പേരാണ്, അമ്മയുടെ കൈയക്ഷരത്തിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദാറ്റ്സ് വെരി സ്പെഷ്യൽ. ആൻഡ് ഈ അതായത് ആ ഒരു ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വാട്ട് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ? എല്ലാവർക്കും നമസ്കാരം.
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ ഓഡിയോ ലോഞ്ചിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനോൻ്റെ ഡേ ആണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനൊക്കെ ആൻസർ പറയാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു. ഞാനും ലിസ്റ്റഡ് ചീഫ് ആൻഡ് മാജിക് ഫ്രെയിംസും ചേർന്നാണ് ED എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഡയറക്ടർ ആമർ വന്ന് ഇതിൻ്റെ കഥയും കഥാപാത്രത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി. ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട്. എനിക്ക് അതിയായ ഇഷ്ടമായി. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ ചോദിച്ചു, ആമറെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റഡ് ചീഫിനോടൊപ്പം ഉള്ള നമ്മുടെ സന്തോഷ് ഏട്ടനെ കാണാനിടയായി. ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ടോ, നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നു എന്ന് ചോദിച്ചു. ഞാനും കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ്, ഇത് നമുക്ക് ലിസ്റ്റഡ് സ്റ്റീഫൻ സാറിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇല്ല അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് 2 പേർക്കും കൂടെ ചെയ്യാം. ബെസ്റ്റ്, നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാണ്, ഈ സിനിമയുടെ നമ്മുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം പാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ചേട്ടനോടും വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന്. കിട്ടൂല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ല ശമ്പളമായിട്ട് ചോദിച്ചാൽ തരില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ. എവിടെ പോയോ? കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിൻ്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റൂല. അപ്പോൾ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ 6 പാട്ടുകളാണുള്ളത്. 4 എണ്ണം ഫുൾ സിനിമയിലുണ്ട്. 6 ഉണ്ട്. അതിൽ 2 എണ്ണം ബിറ്റ് സോങ് ആണ്. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെന്താ, 20-ാം തീയതിയാണ് സിനിമ റിലീസ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ലോട്ട് സുരാജേട്ടാ. തിരിച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരവാണോ ഈ ഒരു സിനിമ? കാരണം നമുക്കറിയാം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സുരാജേട്ടൻ്റെ കുറേ ഡയലോഗുണ്ട്. സുശീല എന്തോ എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ നമ്മളെല്ലാവരും പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ. ഇത് ഒരു തിരിച്ചുവരവായിട്ട്, കാരണം ഭയങ്കര ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക്, ആ ഒരു ഡ്രസ്സിങ് ആണെങ്കിലും ആ ഒരു ആക്സസറൈസിങ് ആണെങ്കിലും. ഇപ്പോൾ ഒരു തിരിച്ച് കോമഡിയിലേക്കാണോ അതോ വേറൊരു സൈക്കോ പിടുത്തമാണോ എന്നാണ് സംശയം. ഇതെല്ലാവരും പറഞ്ഞൊരു സൈക്കോ ഒക്കെ ഉണ്ട്, ഡാർക്ക് ഹ്യൂമറാണ്. എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്. കോമഡി, നല്ലൊരു കഥാപാത്രം ഇല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരെ പോലും ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെയിലൊക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ. ബാക്കി നല്ല കോമഡി എല്ലാം ബീച്ചേട്ടനും നല്ല എല്ലാം ടൊവിനോ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നതിൽ ഇത് ബെസ്റ്റാണെന്ന് തോന്നി. അത് രസകരമായി വന്നിട്ടുണ്ട്. ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷനുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. ഇപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇപ്പോൾ ലിസ്റ്റിനും പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ്, അതായത് സുരാജേട്ടൻ്റെ കരിയർ ബെസ്റ്റ് ആണ്. അതിപ്പോൾ സുരാജേട്ടനും പറയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എടുത്ത് പറഞ്ഞൊരു കാര്യം, അന്ന് പാക്കപ്പ് കഴിഞ്ഞ ശേഷം ഇന്നാണ് ലിസ്റ്റിനെ കാണുന്നതെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പുള്ളിയുടെ അടുത്ത്? കണക്ക് ചോദിക്കണം, അത് തന്നെ. കണക്ക്. താങ്ക്സ് a lot സുരാജേട്ടാ. താങ്ക്സ് a lot for joining. ഒരിക്കലും കൂടി നല്ലൊരു കയ്യടി കൊടുക്കാം സുരാജേട്ടൻ. താങ്ക് യു.
ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. സോ എക്സ്ട്രാ ഡീസന്റിന്റെ ഡീസന്റ് വിശേഷങ്ങളെ കുറിച്ച്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് ആദ്യത്തിൻ്റെ ഡേ ആണ്. എല്ലാവരും പറഞ്ഞ പോലെ പാടാൻ അറിയാത്തതുകൊണ്ട് അതും കയ്യിൽ നിന്ന് പോയി. അമേരിക്കയാണ് എന്നെ പ്രോജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത്. അമേരിക്ക എനിക്ക് ഹലാൽ ലവ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ട്. ആസിഫിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞിക്കയുടെ പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ പറ്റിയതൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആക്ച്വലി ഇത് സുരാജേട്ടൻ്റെ പടമാണ്. എനിക്ക് സുരാജേട്ടൻ അഴിഞ്ഞടിയേക്കുന്നൊരു പടമാണ്. ഞങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അവിടെ ഉണ്ടൊക്കെ സ്പേസ്. ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ്. ആൻഡ് ലോട്ട്സ് ഓഫ് ഡ്രാമ, ഫൺ എല്ലാം ഉണ്ട്. അപ്പോൾ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്തിട്ടുണ്ട്. കുറച്ച് സ്കോർ ചെയ്തപ്പോൾ സുരാജേട്ടന് ചെറിയൊരു അസൂയ കിട്ടിയിട്ട് ഇതിനകത്ത് സുരാജേട്ടൻ പകരം വീട്ടി. ഇതിനകത്ത് പകരം വീട്ടിയതാണ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കൈഡി കൊടുക്കാം. വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ്. ആ ഒരു സിനിമ December 20th ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് us. ആൻഡ് ആസ് വി ഓൾ നോ, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഓഡിയോ ലോഞ്ച് ആണ്. ആൻഡ് ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞു ഇത് ഞങ്ങളുടെ ദിവസമല്ല, ഇത് മറ്റൊരാളുടെ ദിവസമാണ്. ആൻഡ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒരു ഗോൾഡൻ ബോയ് ഓഫ് മ്യൂസിക് ഇൻഡസ്ട്രി എന്നൊക്കെ വിശേഷിപ്പിക്കാം. കാരണം തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ ചില പേരുകൾ തന്നെ, ഇപ്പൊ ജയ ആണെങ്കിലും ഗുരുവായൂരമ്പല നടയിലാണെങ്കിലും വാഴയാണെങ്കിലും, മ്യൂസിക് ഇസ് ഇൻസെയിൻ. ദിസ് മാൻ ഇസ് സോ ടാലന്റഡ്. ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അങ്കിത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, he is a genius when it comes to composing and keeping it together. And അത് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അത് സിനിമയ്ക്കും ചെയ്യാം. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബിജു ചേട്ടാ. And Toby, thanks a lot for joining, Bijata. Thank you for coming. It means a lot. And നമുക്കറിയാം കുറേ അസോസിയേഷൻസും കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ആ മാജിക് ഫ്രെയിംസിന്റെ ആ ഒരു ജേർണി കണ്ടപ്പോൾ തന്നെ ദ ഫസ്റ്റ് 100 crore ഫിലിം, അങ്ങനെ ഒരു ടച്ച് ഉണ്ട്. നമുക്ക് ക്ലീൻ അബൌട്ട് ദിസ് യുവർ പ്രസൻസ് ഹിയർ ദിസ് ഡേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ഉള്ളത്. അതുകൊണ്ട് ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സ്വരാജേട്ടനും ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മിനിഞ്ഞാന്നാണ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സുരാജേട്ടൻ പറഞ്ഞിട്ട് അറിയാം. സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് തിയേറ്ററിൽ വലിയ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ലോഞ്ച് ഫംഗ്ഷന് അങ്കിത്തിനും ഈ സിനിമയുടെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം പറയട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പല പല ഫാഷനാണ് ടോവിനോൻ അല്ലേ? ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണം? ഇപ്പോൾ അങ്ങനെയില്ല. ഇന്നിപ്പോൾ ഞാൻ ഡബ്ബിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കൂടി വന്ന വരവാണത്. അത്രേ ഉള്ളൂ. ഫാഷന്റെ ഭാഗമായിട്ടല്ല, നാണം മറയ്ക്കാൻ തുണി എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഇടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ടീം എടുത്ത എഫേർട്ട് പ്രേക്ഷകർ മാനിക്കട്ടെ. December 20 ഇറങ്ങുമ്പോൾ ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ അല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? ചേട്ടാ ആ ഒരു ഡെപ്തും ആ ഒരു സന്തോഷവും. സോ ബിജേട്ടാ, ഇറ്റ് മീൻസ് എ ലോട്ട്. ബിജേട്ടാ ആ ഒരു പ്രസൻസ്. വേറെന്ത് പറയാനുണ്ടെന്ന് തോന്നുന്നു? ഇല്ല? ഓക്കെ. സോ എനിവേ, നമ്മൾ ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് കടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മൂവിയുടെ കോർ ക്രൂവിനെ എല്ലാവരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റൻ ചേട്ടാ, സുരാജ് ചേട്ടാ, അമരിക്ക, നമ്മുടെ ഡയറക്ടർ ആഷിഫ്, റൈറ്റർ, ഓൾസോ ഇൻവൈറ്റിംഗ് നമ്മുടെ DOP ഷാരോൺ ശ്രീനിവാസ്, സന്തോഷ് പത്ര, നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ, ആൻഡ് ഓൾസോ ഇൻവൈറ്റിംഗ് നമ്മുടെ മെയിൻ ക്രൂ സ്വാഗതം ചെയ്യുകയാണ്. ഗ്രേസ് ആന്റണി, സുധീർ കരമന, Vineet Tattil, inviting Dilna to come and join us. And എനിക്ക് തോന്നുന്നു ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ Ankit, don't you think we should get your team to come and join us, the boys, the singers, the boys, the music team? And can we have a big round of applause, everybody? ഒരു നല്ല കൈയടി കൊടുക്കാം for this moment. We are launching the music, the audio launch of Extra Decent.
the magic from the banner of Magic Frames and Vilasam Cinemas. Here we have the disc, the audio depiction of Extra Recent. Or another idea, strong idea, please. Yes, and thanks a lot, everybody. I'm going to give you audio launch ceremony right here. We have to play the music, play the audio. We have a lot more things to happen on this stage. But audio launching ceremony right here. Our disc revealing session. We are waiting to listen to the tracks of this movie. I want all your attention to the screen. And at the same time requesting everybody to be seated. കാരണം നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്രൊമോ സോങ് എൻജോയ് ചെയ്യണം എന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. Because this is a day of celebration where you're all here. എല്ലാവരും വന്നത് ഈ ഒരു സെലിബ്രേഷൻ കൂടുതൽ കളർഫുൾ ആക്കാനാണ്. And ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണി അതിന്റെ ഭാഗമായിട്ടുള്ള the very first song that we're putting out, നമ്മളിപ്പോ ഇവിടെ ലോഞ്ച് ചെയ്യുന്ന ആ ഒരു സോങ്, and that is നമ്മളുടെ മൂവിയുടെ പ്രൊമോ സോങ് ആണ്. We have a video as well along with that. So ladies and gentlemen, let's go for the song. We have the promo song of Extra Decent. നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജ്. അപ്പോൾ അവൻ മിമിക്രിക്കാരനായിരുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നു. അവൻ്റെ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന, ഒരുപാട് സന്തോഷിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കൾ എന്നതിലുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോട് പറയുന്ന അറിവുള്ള കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കാര്യത്തിനും, അത് മിമിക്രി ആയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ പേരാണ് ED, എക്സ്ട്രാ ഡീസന്റ്. അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനൊരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത് സ്റ്റീഫൻ. ഡിസ്നിയും കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ പേര് കറക്റ്റ് ആപ്റ്റാണ്. അപ്പോൾ പാട്ട് കേട്ടുമെങ്കിൽ അടിപൊളി പാട്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു സൂപ്പർ ഹിറ്റ് മാറ്റുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം കൊണ്ടത് വലിയ പടങ്ങളെ നേരെ ഇറക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇതൊരു ഹിറ്റാകും. ഇതൊരു 100 ദിവസം 75 ദിവസമെങ്കിലും ഓടുമെന്ന് ഞാൻ സുരാജിനെ ഉദ്ദേശിക്കുന്ന വാർത്ത വരികയാണ്. കാരണം അതിൻ്റെ കഥയൊക്കെ ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ട്രാഫിക് എന്ന സിനിമ തൊട്ട് ഒരു മജീഷ്യനായിട്ട് തന്നെ മലയാളത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. ലിസ്റ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റുന്നു. കാലഘട്ടത്തിൽ ഇതുപോലെ സിനിമകൾ ചെയ്യാൻ സുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, ഒരു 25 വർഷം മുമ്പ് തന്നെ വന്ന് വീട്ടിൽ കണ്ടപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാനൊരു മഹാപാവവും ഒരു ദുഃഖവുമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു. കാരണം അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു വലിയൊരു നടനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വീണ്ടും പറയാമായിരുന്നു. എനിക്ക് അന്ന് സാധിച്ചില്ല. സുരാജ് എന്താ പറയുക, ഒരിക്കലും ഒരു കോമഡിയനായിട്ടോ ഒരു സാധാരണ നടനായിട്ടോ അല്ല സുരാജിനെ കാണുന്നത്. ഒരു വലിയ നടൻ. ഇനി ഒത്തിരി വളർച്ച സുരാജിനുണ്ട്, ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഡയറക്ടർ, റൈറ്റർ, എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇതിൻ്റെ ഒരു സക്സസിലേക്ക് വരാൻ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. സപ്പോർട്ട് താങ്ക്സ് ലോട്ട്. ഇന്നത്തെ ഒരു ദിവസം നമ്മളോട് എത്തിച്ചേർന്ന് ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക്സ് ലോട്ട്. ചെറുതുമായ എല്ലാ സിനിമകൾക്കും ഒരു സപ്പോർട്ട് വേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. ഈ പറഞ്ഞ വലിയ പടം നടന്ന കൂടുതൽ
സുരാജ് ഒരു വലിയ റിസ്ക് ആണ്. സ്റ്റിൽ ഐ തിങ്ക് അവർ ആ സിനിമയെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ചെറിയ സിനിമയാണെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട സപ്പോർട്ട് ആ ടീമിൽ പ്രേക്ഷകർക്ക് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഈവനിങ് ഇപ്പോൾ എത്തിയെങ്കിൽ വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഒരുവിധം എല്ലാവരും കൂടെ ഉണ്ട്. സുരാജനാട്ടെ, ഗ്രേസ്, നിരഞ്ജന, ഷാലു ചേട്ടൻ, വിഷാൻ ടീച്ചർ എല്ലാവരും ഒപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവരെല്ലാം കാണാൻ പറ്റി. എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഇതിൻ്റെ ഡയറക്ടർക്കും റൈറ്റർക്കും ഇതിൻ്റെ DOPക്കും മ്യൂസിക് ഡയറക്ടർക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ സിനിമ ഒരു വൻ വിജയമാവട്ടെ, ഒരു എക്സ്ട്രാ ഓർഡിനറി ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറപ്പോൾ ഞാനായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറേ വർഷമായി. സുരാജ് ഒരു സിനിമ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ എക്സ്ട്രാ ഡീസൻ്റായി തോന്നും. അതൊക്കെ ഇത്ര നാൾ റിലീസ് അല്ലല്ല, ഞാൻ എക്സ്ട്രാ ഡീസൻ്റ് ഒരു പടം ചെയ്യാൻ പോവുകയാണ്, അവിടുത്തെ റേഞ്ച് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും സുരാജുമായിട്ട് വായാടി തൊട്ട് ഏതാണ്ട് പൂക്കാട്ടീസ് വരെ 10-12 സിനിമകളിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് എൻ്റെ എല്ലാ സിനിമകളിലും വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ഒത്തിരി ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സിരാജ് പിന്നീട് നമ്മളിലേക്ക് മുമ്പിൽ വളരെ വലിയൊരു എന്താ പറയുക വലിയ വലിയ കഥാപാത്രങ്ങൾ ചെയ്ത് രാഷ്ട്രീയത്തിലെത്തി. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ സുരാജിൻ്റെ കഥാപാത്രം നമ്മൾ ഇതുവരെ കണ്ട സുരാജല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കും ആ വ്യത്യാസം ഉണ്ടാവട്ടെ. നല്ല ഒരു ഗംഭീര വിജയം ഈ ക്രിസ്മസിന് ഈ സിനിമയിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമയുടെ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും എല്ലാവിധ ആശംസകളും. സിനിമ വലിയ വിജയമായിട്ട് ആശംസിക്കുന്നു. സുരാജിൻ്റെ ഒരു സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്, ആക്ഷൻ വിജയം എന്ന സിനിമയിൽ. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സുരാജ് ഒരുപാട് തമാശ സിനിമകൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ സുരാജിനോട് സിനിമ കഥാപാത്രം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഭയങ്കരമായി ടൈമിങ്ങുള്ള എല്ലാ രീതിയിലും തമാശ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള തമാശയാണ്. തമാശ ചെയ്യാൻ അറിയാവുന്ന സുരാജിനെ ഞാൻ ആക്ഷൻ അഭിനയിപ്പിച്ച ശേഷം പിന്നീട് സുരാജിനെ ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് കണ്ടു. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള സിനിമകൾ സുരാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും സുരാജിനോട് പറയാറുണ്ട്, നിങ്ങളൊന്നും ഇങ്ങനെ ഇളകി ആടാൻ അറിയാവുന്ന ഒരാൾ തമാശ നന്നായി ചെയ്യുന്ന സിനിമകൾ കൂടി ചെയ്യണം. അപ്പോൾ സുരാജ് പറയുന്നത് നമുക്കൊന്നും ചെയ്യാം എന്ന് പറയും. ഈ സിനിമയുടെ ക്ലിപ്പിങ്സ് എല്ലാം കണ്ടപ്പോൾ സുരാജ് അങ്ങ് ഇളകി അറിയിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമായിട്ടുള്ള എൻ്റെ വിഷ്വൽസ് എല്ലാം അങ്ങനെ കാര്യങ്ങളുള്ളവരാണ്. ഈ ഒരു മൂവിയും ഇത് സുരാജേട്ടൻ അത്രയും സ്പെഷ്യൽ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നാശിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനുണ്ടാവും. നമസ്കാരം. സുരാജും ഞാൻ കുറച്ചു മുമ്പ് ഒരുമിച്ചിട്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ആയതിൻ്റെ കാരണം സുരാജിന് അറിയാം. ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരുമിച്ച്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് സുരാജ്. പണ്ട് കൈരളി ചാനലിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കൈരളിയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ചാനലിൻ്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടനായി നാഷണൽ അവാർഡ് വരെ കിട്ടി. ഒന്നും കാണാതെ സുരാജ് നിർമ്മാതാവാകില്ല എന്ന് എനിക്കറിയാം. കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ്. വിലാസിനി സിനിമാസിന്റെ പേരിൽ ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാത്ത ലിസ്റ്റിനും ഈ ചിത്രം ഏറ്റെടുക്കില്ല എന്ന് എനിക്കറിയാം. ഇതൊരു വൺ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ പഠിക്കുന്നു. താങ്ക് യു. Thanks a lot. And over to you. എല്ലാവർക്കും നമസ്കാരം. നാശിക പങ്കെടുത്ത മീറ്റിംഗിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സമയത്തെത്തി. ഇല്ലായിരുന്നു, ഞാൻ എത്തിയിരുന്നു. അതെ, പറയുന്നുള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ. അത് ഇങ്ങനെ വന്നെത്തിച്ചേരുമെന്ന് ഞാൻ
തോന്നുന്നില്ല. ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്ക് മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ED എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ED കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിന് ഉണ്ടാക്കി തന്നു. അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പലരും സുരാജേന്ദ്രൻ തുടക്കകാലത്തുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു. ഞങ്ങളുമെല്ലാം സഹപ്രവർത്തകരാണ്, ഏതാണ്ട് സമകാലീനരാണ്. അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അതൊരു വലിയ വിജയമാകട്ടെ. ഇതിൽ അരങ്ങിലും അണിയറയിലും മുന്നണിയിലും പിന്നണിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. നമ്മൾ ആക്ച്വലി പെൻഡിങ് ആണ്. കളർ ഡിഫറൻസ് ഈ കേസിൽ നീ ഒറ്റപ്പെട്ടു പോയത്. താങ്ക് യു. ഈ ഒരു സപ്പോർട്ടാണ്. നല്ല കൈയ്യടി കൊടുക്കാം. താങ്ക് യു. മൂവിംഗ് ഓൺ. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ സഹോദരൻ സുരാജ് പ്രൊഡ്യൂസറാകുന്ന പ്രത്യേകിച്ച് അമ്മയുടെ പേര് മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഒരു കലാകാരനെ വേറൊരാളെ ഏറ്റവും വലിയവരാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയുടെ പേരിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ലിസ്റ്റിംഗ് ചെയ്തു. ഒരുപാട് സന്തോഷം. സാധാരണ നമ്മൾ ED എന്ന വാക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. പക്ഷേ ഡിസംബർ 20 മുതൽ ED എന്ന വാക്കിനെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ്. ഈ സിനിമയുടെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് കാണുമ്പോൾ നമുക്കറിയാം സുരാജിന്റെ ഒരു പൂന്തുകയാണ് ഈ സിനിമയിലുണ്ട്. തന്നെയല്ല നാഗേന്ദ്രൻ സ്കൈമൺ എന്ന് പറയുന്ന വെബ് സീരീസ് കണ്ടപ്പോൾ സുരാജും ഗ്രേസുമായിട്ടുള്ള കോമ്പിനേഷൻ കിട്ടുകൾ ഒരു അടിപൊളിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു നല്ല വീണ്ടും ഒരു കോമ്പിനേഷൻ സിനിമകൾ നല്ല ഈ സിനിമ ഒരു ഗംഭീര വിജയമാകട്ടെ. എല്ലാവർക്കും നല്ലത്. Thanks a lot for joining us. അടുത്തതായി വേദിയിലേക്ക് thank you. Thanks a lot for joining us. Thanks a lot. അതുകൂടാതെ ഇന്ന് നമ്മുടെ സൗത്ത് ഫ്രെയിംസിന്റെ ലോഗോ ലോഞ്ചിന്റെ ഭാഗമായി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ED എന്ന സിനിമയുടെ ഈ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയത്. എസ്പെഷ്യലി ആമിയ പള്ളിക്കലിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ സുരാജേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി സുരാജേട്ടൻ്റെ സിനിമകൾ കോമഡി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ആരാധന എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളെന്നെ ഞെട്ടിച്ചത് ഷെറിൻ്റെ ആക്ഷൻ ഹീറോയിച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ എടുത്ത് കാണാറുണ്ട്. ആ ഒരു പോർഷൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ബേസ് ഫാനാണ് ഞാൻ. ബിസിനോട് ഞാൻ പറഞ്ഞു. അപ്പം എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എക്സ്ട്രാ ഡീസൻ്റ് എന്ന പേര് പോലെ തന്നെ ഡീസൻ്റായിട്ട് കാശ് വരട്ടെ. ഒപ്പം ലിസ്റ്റിൽ തിയേറ്റേഴ്സ് വായിക്കോട്ടെ. താങ്ക് യു. പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കൂടിയാണ്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. Thanks a lot, sir. And moving on, അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് പ്രൊഡ്യൂസർ സാബു ചെറിയാൻ സർ നമ്മളോട്. നമ്മുടെ പടത്തിന് മിക്ക പാട്ടുകൾ എഴുതിയിരിക്കുന്ന താങ്ക് യു. പറഞ്ഞതുപോലെ 20-ാം തീയതി സിനിമ റിലീസാണ്. സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. എല്ലാവരും ഇങ്ങോട്ട് കുറേ ലേറ്റായി തുടങ്ങാനായിട്ട് കുറച്ച് താമസിച്ചു. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് യാത്രയ്ക്ക് കുറേ സമയമെടുത്തു. അതൊന്നും നിങ്ങൾ EDക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ കുറേ നേരം ഇരുന്നു, ഇത്ര നേരം ഇരുന്നു, അതും EDക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ തിരിച്ചു എടുക്കുന്ന സമയമെല്ലാം EDക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്ന സമയമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അപ്പം ED ക്രൂവിൻ്റെ പേരിൽ, വിലാസിനി സിനിമാസിൻ്റെ പേരിൽ, മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എനിവേ എല്ലാവരും ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ ഫുഡെല്ലാം ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് പോകാം. സാധാരണ പലപ്പോഴും ഫുഡ് ഓർഡർ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ പലരും പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കഴിച്ചിട്ട് പോകാറില്ല. അതുകൊണ്ട് എല്ലാവരും ഫുഡും കഴിക്കണമെന്ന് എടുത്തു പറയേണ്ടത് എല്ലാ മീഡിയ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. Celebrating the audio launch, right? So guys, let's do cheer. On 3, 2, 1, make some noise! So thank you, thanks a lot, and once again, on behalf of the entire team of ED, thanks a lot for joining, especially for media. Movie December when it's gonna be in the theaters. Our push, our support is very important to the entire media teams. Thank you, thanks a lot for joining and being an amazing support throughout the industry of movies. And
ഉള്ളത് ഒരു ചെറിയ കാത്തിരിപ്പ് മാത്രമാണ്. ഏകദേശം ഒരു 15 ദിവസത്തെ കാത്തിരിപ്പ്. We just waiting for December 2024. ആ ഒരു ദിവസത്തേക്കായി നമുക്ക് കാത്തിരിക്കാം. സുരാജേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി സിനിമ സംസാരിക്കുന്ന